എത്രയോ നല്ല സിനിമകൾ ബോക്സ് ഓഫീസിലും ഒന്നോ രണ്ടോ ഒക്കെ അതായത് മൾട്ടിപ്ലക്സിലൊക്കെ ഒരു ഷോ ഒക്കെ വന്ന് പോയ നല്ല സിനിമകളുണ്ട്. അതൊന്നും ഈ കാരണം ബിക്കോസ് ആ ബോക്സ് ഓഫീസിൽ പൂർണ്ണ പരാജയമായി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു OTT ചാനല് കാണാൻ പോലും കൂട്ടാക്കില്ല. കാരണം അവർക്ക് സമയമില്ല. എത്ര 225 സിനിമകൾ അവർ പറയും ബോക്സ് ഓഫീസിൽ നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല. നല്ല എന്ന് പറഞ്ഞാൽ അവർ 2-2.5 മണിക്കൂർ ചെലവാക്കേണ്ട ഇത് കാണാനായിട്ട്. ഒരാഴ്ച പോലും ഓടാത്ത സിനിമ അവരെന്തിനു കാണണം? അപ്പൊ അത് ടോട്ടലി വാഷ് ഔട്ട് ആയി പോവുകയാണ്. എന്നാൽ നേരെ തിരിച്ച് അത്യാവശ്യം ഒരു രീതിയിൽ അതിനെ റിലീസ് ചെയ്യപ്പെട്ടു ഒരു എബോ ആവറേജ് പോയാൽ OTT ചാനലോ സാറ്റലൈറ്റ് ചാനലോ അത് കാണാനെങ്കിലും കൂട്ടാക്കും. കൊള്ളാം എന്ന് വെച്ചിട്ട് കണ്ടന്റ് കൊള്ളാം, നമുക്ക് ഇട്ടുപോകാം എന്ന് പറഞ്ഞൊക്കെ മനസ്സിലായി. ഇപ്പൊ പറഞ്ഞ അതൊന്നും ഇനി നടക്കാൻ പോണില്ല. ഇപ്പൊ പറഞ്ഞ 225 സിനിമകൾ ഇറങ്ങി 4 സിനിമകൾ കളക്ഷൻ കിട്ടി. 10 സിനിമകളും 13 സിനിമകൾ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. കളക്ഷന്റെ കാര്യത്തിൽ ഹിറ്റ് അടിച്ചിട്ടുണ്ട്. അവിടെ തിയേറ്റർ ഉടമകൾ പറഞ്ഞ ഒരു മീറ്റിംഗിൽ പറഞ്ഞ കാര്യം, സിനിമകൾ ഇങ്ങനെ ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കണ്ടന്റ് ഉള്ള സിനിമകൾ, ഞങ്ങൾക്ക് ഏത് സിനിമ ഓടുമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ എങ്ങനെ അവർ വിലയിരുത്തുക? എനിക്ക് മനസ്സിലായി. അതൊരു വിചിത്രമായി എനിക്ക് തോന്നി. എന്താ പിന്നെ അവര് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഇത് ചെയ്യാൻ പറയാം, അതല്ലേ നല്ലത്. ഇനിയിപ്പോ അങ്ങനെ ചെയ്യാം. നമുക്ക് തിയേറ്റർ അസോസിയേഷൻ സ്ക്രിപ്റ്റ് കൊടുക്കാം, ഇത് കണ്ടന്റ് സിനിമയാണെന്ന് പറയട്ടെ, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലേ? എങ്ങനെ അവർ തിരിച്ചറിയും? അല്ല, അതാ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നാ ശരി, ഏതാണെന്ന് അവര് തിരിച്ച് പറയട്ടെ, ഞാൻ കൊടുക്കാം. കുറച്ച് പേര് നമ്മളെല്ലാവരും സ്ക്രിപ്റ്റ് കൊടുക്കാം, സാർ ഇത് ചെയ്യട്ടെ, കണ്ടന്റ് സിനിമയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും അവരോട് ജോലി ചെയ്യാല്ലേ വേണ്ടത്. ഇത് എനിക്ക് ആ വാർത്താ സമ്മേളനത്തിൽ ഞാൻ ചോദിച്ചു, അത് എങ്ങനെ നിങ്ങൾ തിരിച്ചു? ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇത്ര നാൾ തിയേറ്ററാണെന്ന് ഞങ്ങൾക്കറിയാം ഏത് സിനിമ ഓടുമെന്ന്. ജീവിതത്തിൽ പറയാൻ പറ്റും ഏത് സിനിമ ഓടും എന്നുള്ള നമുക്ക്. അല്ല, കുറച്ചൊക്കെ സിനിമ കാണുന്നവർക്ക്, നമ്മൾ അതിനെ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നവർക്ക് ഇനി എന്തായിരിക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് അസസ് ചെയ്യാനുള്ള കഴിവുണ്ടാവാം. ചില തിയേറ്ററുകാർക്ക് നല്ല ക്രിയേറ്റീവ് സെൻസ് ഉള്ളവരുണ്ട്, നല്ല ക്രിയേറ്റീവ് സെൻസ് ഉണ്ട്, വർഷങ്ങളായിട്ട് സിനിമ. അപ്പൊ അതെല്ലാ ഇതിലും ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാവരും ചെയ്യുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നമ്മള് ഓടാത്തൊരു സിനിമ എടുക്കാനാണോ നോക്കുന്നത്? ഓരോ സിനിമ ചെയ്യുമ്പോഴും അത് വർക്കാവാൻ സാധ്യതയുണ്ട്. അതിലെന്ത് അങ്ങനെ അത് എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടതെല്ലാം കൊടുത്ത് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും അത് തന്നെ. ഏതെങ്കിലും ഒരു ഡയറക്ടർ ഈ സിനിമ ഞാൻ ചുമ്മാ പേരിന് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ശമ്പളത്തിന് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞ് ചെയ്യുന്നവരാണ്. എല്ലാതും നന്നാക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ്. എല്ലാ പ്രൊഡ്യൂസേഴ്സും അങ്ങനെ തന്നെയാണ്. വെറുതെയാണോ കൊണ്ടുപോയി 5-6 കോടി രൂപ മുടക്കുന്നത്? ആ സിനിമ നന്നാവാൻ വേണ്ടി തന്നെയാണ്. ആക്ടേഴ്സ് അഭിനയിക്കുന്നത് സിനിമ മോശം എല്ലാവരും. പക്ഷെ ചില ഫാക്ടേഴ്സ് കൊണ്ട് അങ്ങനെ പോവാം, ഇങ്ങനെ പോവാം. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല. അതിൽ നല്ല സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അതിന് ഇനി അങ്ങോട്ട് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നില്ല അതിന് ഒന്നിനും. ഇനി അങ്ങോട്ട് ഇതിലും മോശമാവും. അതിന്റെ കാരണം ഇത് തന്നെയാണ്. ദ ഇൻഫ്ലുവൻസ് ഓഫ് പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകൾ. എല്ലാ പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകളും മലയാളത്തിലേക്ക് ഡബ് ചെയ്യപ്പെടുന്നുണ്ട്. കാരണം OTTക്ക് അത് മാൻഡേറ്ററിയാണ്. ഇത് ഡബിങ് കോസ്റ്റും ഡബിങ് എഫർട്ടും അവരെടുക്കുമ്പോൾ അവർ മലയാളത്തിലേക്ക് അത് റിലീസ് വമ്പൻ ബാനറിലൂടെ ചെയ്യും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.